അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചല്ലേ, അപ്പൊ ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. എപ്പൊ പുറത്തേക്ക് പോയാലും ഫ്രൈഡ് റൈസിന്റെ പുതിയ വീട്ടിലാണ് ചെയ്താൽ ആ പുതിയ മാറും കേട്ടോ. അപ്പൊ എന്റെ സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ വീഡിയോയിട്ട് പോകാം കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് കേട്ടോ. അതിലോട്ട് ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതെന്താണെന്നറിയോ? കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. കോൺഫ്ലവറിന്റെ പൊടിയാണ് ചിക്കൻ പൊടി. അത് ആവശ്യത്തിന് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. അപ്പോഴേക്കും നമുക്ക് അരി വെള്ളത്തിലിട്ടേക്കാം കേട്ടോ. ബസ്മതി റൈസ് ആണ് കേട്ടോ. കണ്ടോ, അതും കുതിരാൻ വെച്ച്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ക്യാപ്സി, മുളക്, ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തത്, 4 ഇല്ലി വെളുത്തുള്ളി സ്ലൈസായിട്ട് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് എന്താ പറയുക, ബീൻസ്, കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം മുളകിൻ്റെ ഉള്ളിത്തെ ആ ഒരു മുളകിൻ്റെ അതില്ലേ, അതൊക്കെ ഒന്ന് പോകണം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും 2 മുട്ടയും അതും കൂടി വന്നിട്ടാ. പിന്നെ അതാ ഈ ഒരു മസാലയും ചേർക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഒരു ചെറുനാരങ്ങ. പിന്നെ അതാ ഇതെന്താ സോയാ സോസാണ് കേട്ടാ. അപ്പോൾ നമുക്ക് അത് എന്താ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ റെഡിയാക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ഇട്ടാ. അപ്പോഴേക്കും ഇവിടെ ഇതാ ചട്ടി ചൂടാനുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് 2 മുട്ട കേട്ടോ. കുറച്ച് കുരുമുളക്, കേട്ടാ. കുറച്ച് കുരുമുളകും കുറച്ച് സാപ്പിട്ടാ. കുറച്ച് സോയ സോസ്. എനിക്ക് റൈസിൽ അങ്ങനെ മുട്ടനെ കാണാനില്ല. അപ്പം ഞാൻ തരാം. അപ്പോൾ ഇത് വെള്ളം തിളക്കുന്നുണ്ട്. ഒരു ഇല വേലിൻ്റെ ഇല, 2 ഏലക്കായ, ഒരു പട്ടര ചെറിയ പൊട്ടിട്ടാ. ഇല ഇലയുടെ പകുതി കേട്ടോ. മുട്ട ശരിയാക്കാം. അപ്പോഴേക്കും നമുക്ക് 3 ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുക്കാം. വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലോട്ട് റൈസ് ഇടാം കേട്ടോ. അതിലേക്ക് ഇതാ നാരങ്ങ നീരിട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണം. റൈസിക്കുള്ള ചിക്കൻ റെഡി ആക്കണം കേട്ടോ. അപ്പൊ ആ ചിക്കനെ ഞാൻ ചട്ടിയിലോട്ട് ഇടട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇത് നെയ്യാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടാ. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിടണ്ട കേട്ടോ. ഉപ്പിടണ്ട കാരണം ഈ ഒരു മസാല അല്ലേ, ഇത് ഫ്രൈഡ് റൈസിന്റെ മസാലയാണ് കേട്ടോ. ഇതിൽ ഉപ്പുണ്ട്. അപ്പം അത് കാരണം ഉപ്പിടണ്ട. നന്നായിട്ടൊന്ന് ഈ സ്ലൈസായിട്ട് വെല്ലുള്ളി ഇട്ടാ. ഒരടപ്പ് ഇതെന്താന്നറിയോ? സോയാ സോസാണ് കേട്ടോ. സോയാ സോസ് ഒരടപ്പ്.
പിന്നെ ഈ മസാല കേട്ടോ ഒരു പാക്കറ്റ് ഇട്ടിട്ടോ. അതെന്ത് മസാല? ഫ്രൈഡ് റൈസിന്റെ മസാലയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ആ കുരുമുളക് പൊടിയുടെ ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ലോ കുരുമുളക് പൊടി ഇട്ടിട്ട്. ഇതിലേക്ക് പച്ചമുളകും കൂടി ഇടണം. പക്ഷെ മോന് ഫ്രൈഡ് റൈസിൽ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ മോന് മുളക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ആ ചോറ് ഫുള്ള് അവന് കഴിക്കത്തില്ല. അപ്പൊ അത് കാരണമാണ് കേട്ടോ ഞാൻ ഇടാത്തത്. അങ്ങനെ ഇതാ KFC മുളക് അത് ഇട്ടൊടുത്തു. നല്ലോണം വേവാൻ പാടില്ല കേട്ടോ, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നമുക്ക് ആ പച്ച സ്മെല്ലിൽ ഇങ്ങനെ കടിക്കണം കേട്ടോ. അപ്പൊ ഇതാ മുട്ട നമ്മള് ചിക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും എന്താ പറയാ ചിക്കന് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ ഹോട്ടൽ സ്റ്റൈലില് ഫ്രൈഡ് റൈസ് എങ്ങനെ കഴിക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഹോട്ടലിൽ കിട്ടുന്ന അതേ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പാണ് ഇട്ടേ. വെറും മുട്ട കൊണ്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ. മക്കൾക്കൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ പെട്ടെന്ന് റൈസ് രാവിലെ പെട്ടെന്ന് ശരിയാക്കിയിട്ടേ നമുക്ക് ഇതിലേക്ക് റൈസ് കൊട്ടാ. അങ്ങനെ നമ്മളെ റൈസ് വെജ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചിക്കന് ഫ്രൈഡ് റൈസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി മക്കൾക്കൊക്കെ കൊടുക്കട്ടെ. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ വെജിറ്റബിൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടാ. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്, അടിപൊളിയല്ലേ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ട ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. അങ്ങനെ ഇതാ പെപ്പർ ചിക്കനും റെഡി ആയിട്ടോ. അപ്പൊ ഇത് സെറ്റ് ആയിട്ടോ. അങ്ങനെ ഇതാ നമ്മള് ഫ്രൈഡ് റൈസ് സെറ്റ് ആയിക്കണേട്ടാ. അടിപൊളി ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടാ. എന്താ അങ്ങനെ ഇതാ പെപ്പർ ചിക്കൻ ഇട്ടാ അടിപൊളിയായിട്ട്. അതിലേക്ക് പിന്നെ എന്താ തൈര്, നല്ല കട്ടി തൈരും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടാ ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോഴേക്ക് ഇതാ സ്വത്ത് വന്നിട്ട് ഇതാ ഫുഡ് കഴിച്ചിട്ട് സ്വത്ത് വന്നിട്ട് ചോറ് കഴിച്ചിട്ടാ. അവർക്ക് ഫ്രൈഡ് റൈസ് ജീവനാണ്. അപ്പോൾ വെന്ത ഉടനെ തന്നെ അവനക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിക്കണ്. ഫ്രൈഡ് റൈസ് മാത്രം കഴിച്ചിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഇക്ക പള്ളിയിൽ നിന്ന് വന്ന് അങ്ങനെ ഇക്ക ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത് ഹോട്ടൽ സ്റ്റൈലാണ് കേട്ടോ. അടിപൊളി റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹോട്ടലിൽ പോയി ഒരു നേരം കഴിക്കാം, വീട്ടിൽ നിന്ന് 2 നേരം കഴിക്കാം. അപ്പോൾ അത്രയ്ക്കുള്ള എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.